സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും ഇടിയാനാണ് സാധ്യതയെന്നാണ് സ്വർണ്ണ വ്യാപാരി പറയുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ ദിവസമൊക്കെ രേഖപ്പെടുത്തിയത്. പവൻ വിലയിൽ 2200 രൂപയുടെ കുറവ് ഇന്നലെ മാത്രമായി ഉണ്ടായി. ഗ്രാം വിലയിൽ ഒറ്റയടിക്ക് 300 രൂപയാണ് ഇന്നലെ ഇടിഞ്ഞത്. സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവ് തന്നെയായിരുന്നു. നിലവിലെ സാഹചര്യം നോക്കിയാൽ സ്വർണ്ണവില ഇനിയും ഇടിയാനാണ് സാധ്യത എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്. സ്വർണ്ണവിലയിലെ ഇടിവ് മാർക്കറ്റിനെ ദോഷകരമായാണ് ബാധിക്കുന്നത്. ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകളുടെ ഒരു പ്രതീക്ഷ യുദ്ധം അവസാനിച്ചാൽ സ്വർണ്ണവില വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാർക്കറ്റിലേക്ക് സ്വർണം വിൽക്കാനായി വരാത്തൊരവസ്ഥയുണ്ട്. ചിലർ സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പിലാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ വിലക്കുറവ്. ഈ വിലക്കുറവ് പരമാവധി മുതലെടുക്കുന്നതായിരിക്കും നല്ലത്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് പ്രതീക്ഷകൾ അസ്തമിക്കുന്ന തരത്തിലേക്കാണ് ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർണം വാങ്ങിയിട്ട് കയ്യിൽ സൂക്ഷിച്ച വ്യാപാരികളെ സംബന്ധിച്ച് വിലയിലെ ഇടിവ് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രോപ്പറായിട്ട് സ്വർണ്ണ വ്യാപാരം നടക്കുന്നില്ല. വിൽപ്പനയും വാങ്ങലും ഒരുപോലെ നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. എന്നാൽ അത് വിപണിയിൽ സംഭവിക്കുന്നില്ല. വിൽക്കാനായി ആളുകൾ എത്തുമ്പോൾ വില ഒറ്റയടിക്ക് കുറയുകയാണ്. ഇന്നലെ ഒരു ഗ്രാമിന് 300 രൂപയായിരുന്നു ഇടിഞ്ഞത്. ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സ്വർണ്ണ വിൽപ്പന വളരെ കുറഞ്ഞ തോതിലാണ് നടക്കുന്നത്. അതിനോടൊപ്പം വീണ്ടും ഈ വില കുറയുന്ന ഒരു സ്ഥിതിവിശേഷം വിൽപ്പനയെ വീണ്ടും സാരമായി തന്നെ ബാധിക്കുമെന്നാണ് സ്വർണ്ണ വ്യാപാരി പറയുന്നത്. സ്വർണത്തെ സംബന്ധിച്ച് ഇനിയും വില ഇടിയാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണേണ്ടത്. ക്രൂഡ് ഓയിൽ വില കുതിക്കുമ്പോൾ സ്വർണ്ണ വിപണിയെ അത് സാരമായി തന്നെ ബാധിച്ചേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.